ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കാത്ത കല്ലുകളില്ല, മുള്ളുകളില്ല, മരങ്ങളില്ല, പർവ്വതങ്ങളില്ല. ആ മക്ക മദീനയിലെ മലകളെ, ആ മക്ക മദീനയിലെ കല്ലുകളെ, ആ മക്ക മദീനയിലെ അതാ ഇലകളെ, മരങ്ങളെ ഓർമ്മിച്ചിട്ട് ഈജിപ്തിൽ നിന്ന് കരച്ചില് വരുന്നു. മഹാനായ ഇമാം ബൂസരി തങ്ങൾക്ക് കരച്ചില് വരുന്നു. ഇരിക്കട്ടെ, അൽ മക്കത്തുൽ മുകറമ ശറഫഹല്ലാഹ്. ആ മഹത്തായ മക്കത്തുൽ മുകറമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് പോയില്ലേ? അപ്പോൾ പിന്നെ നബി തങ്ങൾ അവിടെ ഇല്ലല്ലോ. അവിടെ നബി തങ്ങളെ സ്വീകരിച്ച മലയും കുന്നുമൊക്കെ ഇല്ലേ? അതിനെ ഓർത്തുകൊണ്ടാണ് പറയുന്നത്, ലൗലൽ വാലം തൂരിഖ് ദംഅൻ ലാ തലലി വലാ റിഖ്താലി ദിക്രിൽ ബാനി വൽ ആലമീൻ. സുഗന്ധം വാറ്റിയെടുക്കുന്ന ചെടിയാണ് ബാന്. അൽ അലം എന്ന് പറഞ്ഞാൽ കുന്നാണ്. അത്തരത്തിലുള്ള കുന്നുകളും ചെടികളുമൊക്കെ ഓർത്തതിന്റെ പേരിൽ ഉറക്കം കിട്ടുന്നില്ല. ലൗലൽ ഹാവലം തൂരിഖ് ദംഅൻ അലാ തലലി. ഒരു പുരാതനമായ വീട് അതിങ്ങനെ പൊളിഞ്ഞുപോയിട്ട് അതിന്റെ കുറ്റിച്ചുമര് ബാക്കിയായാൽ അതിന് തലല് എന്ന് പറയും. ആ കുറ്റിച്ചുമരുള്ള വീടിന്റെ പേരിൽ നിങ്ങളതാ കണ്ണുനീരൊഴിക്കുന്നുണ്ടല്ലോ. അത് മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹമില്ലെങ്കിൽ, അങ്ങേയറ്റത്തെ സ്നേഹമില്ലെങ്കിൽ, കുറ്റിച്ചുമരിന്റെ പേരിൽ അഥവാ നബിതങ്ങൾ പോയിട്ട് ബാക്കിയുള്ള മക്കയും മക്കയുടെ സമീപത്തുള്ള സ്ഥലങ്ങളും അതിന്റെ പേരിൽ ഓർത്തിട്ട് നിങ്ങൾ കരയുകയാണല്ലോ. വലാ ആരിഖ്താലി ദിക്രിൽ ബാനി വൽ ആലമീ. സുഗന്ധച്ചെടി, ആ സുഗന്ധച്ചെടിയും അതുപോലെ കുന്നും അതുമായി ബന്ധപ്പെട്ട ഹബീബായ നബിതങ്ങളെ ഓർത്തിട്ടില്ലെങ്കിൽ, അതേ ഈ ചെടിയെ ഓർത്തതിന്റെ പേരിൽ ആരെങ്കിലും കരയുമോ? കുന്നിനെ ഓർത്തതിന്റെ പേരിൽ കരയുമോ? ഈ നാടോർത്തിട്ട് കരയുമോ? അതിന്റെ എല്ലാം അടിസ്ഥാന തത്വം അവിടെയുണ്ടായ മഹബൂബല്ലേ. ആ ഹബീബായ നബിതങ്ങളെ ഓർത്തിട്ട് തന്നെയല്ലേ? അല്ലെങ്കിൽ കണ്ണീര് പൊഴിക്കേണ്ടതുണ്ടോ? فكيف تنكر حبا بعد ما شهدت به عليك عدول الدمع والسقم. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇമാം ബൂസരി സ്വന്തം ശരീരത്തോട് തന്നെ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്നേഹപ്രകടനത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ മഹാനവറുകൾ അതാ അങ്ങനെ സ്നേഹമുണ്ടെന്ന് പറയുമ്പോ അത് ഒളിച്ചു വെക്കാൻ വെക്കുന്നവനെ പോലെ അതാ ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചിട്ട് അതാ പറയുന്നു, ഫകൈഫ തുൻകിറു ഹുബ്ബൻ ബഅദ മാ ശഹീദത് ബിഹി അലൈക ഉലുദുദ്ദംഇ വസ്സഖമി. അനുരാഗത്തിന്റെ രോഗവും അതുപോലെ തന്നെ കണ്ണുനീർ ചാലുകളും, ആ കണ്ണുനീരും രോഗവും അതേ അത് രണ്ടും നല്ല സാക്ഷികളല്ലേ, നീതിമാന്മാരായ സാക്ഷികളല്ലേ. അത് കാണുമ്പോൾ ആ രോഗം കൊണ്ട്, സ്നേഹരോഗം കൊണ്ട് മെലിഞ്ഞൊത്തിയതും അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരായി ഒഴുകുന്നതും അത് സ്നേഹമുണ്ടതിന്റെ തെളിവല്ലേ. അത് നിഷേധിക്കാൻ പറ്റുമോ? വാസിബ് الوجد خاطي عبرة وظنا مثل البحار على خديك والعنم. ഒട്ടിപ്പിടിച്ച മുഖമായി പോയില്ലേ? സ്നേഹത്തിന്റെ പേരിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ഉറക്കമില്ല, ശരീരം ക്ഷീണിച്ചില്ലേ? അങ്ങനെ മുഖം ഒട്ടിയില്ലേ? ആ ഒട്ടിയ മുഖവും അതുപോലെ തന്നെ അതിലൂടെ ഒലിച്ചിറങ്ങിയ ചാലും
അത് അടയാളമായി നിൽക്കുകയല്ലേ. മിഥിലൽ ബഹാരി അലാ ഖദ്ദൈക വല്ലനമീ, മഞ്ഞപ്പനനീർപ്പൂവ് പോലെ ചുവപ്പും മഞ്ഞയുമായി ആ ഒട്ടിപ്പിടിച്ച സ്ഥലവും അതിലൂടെ ധാരധാരയായി ഒഴുകിയ കണ്ണുനീരിന്റെ ചാലും തെളിവായി സ്നേഹത്തിന്, മനസ്സിന്റെ ഉള്ളിലെ സ്നേഹത്തിന് തെളിവായി നിലനിൽക്കുകയല്ലേ. ഇങ്ങനെ ചോദ്യമുന്നയിച്ചപ്പോ തിരിച്ചുള്ള മറുപടിയായി ചൊല്ലിയതാണ് നഅം സറാ ത്വയ്ഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഹ്തരിദു ലദ്ദാതി ബിൽ ആലമി. അതെ, ഞാൻ സമ്മതിക്കുന്നു, എന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ അനുരാഗമുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന മഹൽ വ്യക്തി, ആ മഹൽ വ്യക്തിയുടെ രൂപം ഞാൻ രാത്രിയിൽ ഇരിക്കുമ്പോൾ അങ്ങ് നടന്നു പോകുന്നതായി തോന്നി. അങ്ങനെ നോക്കുമ്പോ കാണാൻ കിട്ടുന്നില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. കാരണം സ്നേഹം, അനുരാഗം അലമി, വേദന കൊണ്ട് സുഖത്തിന് തടയിടും. അതുകൊണ്ട് എനിക്കിപ്പോ ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം വരുന്നില്ല. എന്റെ ചിന്തയിൽ ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഈ പദ്യത്തെ സംബന്ധിച്ച് അല്ലാമ ബാജൂരി റഹിമഹുള്ള പറഞ്ഞു, അവിടുത്തെ ഷർഹിൽ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോ ഈ പദ്യം എല്ലാം സാധാരണ ദിക്റും ദുആയൊക്കെ ഉണ്ടല്ലോ, ഖുർആനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് നഅം സറാ ത്വയ്ഫു മൻ أهوى فأرقني والحب يعترض لذاتي بالألم. നബി തങ്ങളെ ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല എന്നറിയിക്കുന്ന പദ്യമല്ലേ അത്. ആ പദ്യം ആവർത്തിച്ച് ചൊല്ലി അങ്ങ് ഉറങ്ങിപ്പോയാൽ, അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവരുണ്ട്. ബുർദ ബൈത്തിന്റെ വലിയ ബറക്കത്ത് ഞാൻ പറഞ്ഞില്ലേ. അല്ലാമ ബാജൂരി റഹിമഹുല്ല ഇതിന്റെ ശറഹിൽ പറയുന്നു, ഈ പദ്യം ഇങ്ങനെ ചൊല്ലി അങ്ങ് ഉറക്കം വന്നപ്പോ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവരുണ്ട്. അങ്ങനെ ചൊല്ലിയാൽ ചിലപ്പോ സ്വപ്നത്തിൽ നല്ല മനസ്സോടെ ഉറപ്പോടെ ചൊല്ലുന്നവർക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അവിടുത്തെ കാണാൻ അല്ലാഹു തആല സാധുക്കളായ നമുക്ക് ഭാഗ്യം തരട്ടെ. അത് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ അതാ പറയുന്നു, യാലായി മീ ഫിൽ ഹബൽ ഉദ്രി മഅ്ദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫത ലം തലൂബി. ഓ ആക്ഷേപിക്കുന്ന സുഹൃത്തേ, എന്നെ കണ്ടിട്ട് ഞാൻ ആകെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, കവിൾത്തടൊക്കെ ഒട്ടിയിട്ടുണ്ട്, ഞാനാകെ മഞ്ഞളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ രക്തമൊക്കെ വറ്റിയിട്ട് ആകെ മഞ്ഞളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തം കലർന്ന കണ്ണുനീരൊലിച്ചിട്ട് ചോന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മഞ്ഞ പനനീർപ്പൂ, അതുപോലെ ചെമ്പക ചെടി, അതിന്റെ അടയാളം പോലെ ഒട്ടിയ മുഖവും കവിളും അതുപോലെ ചാലൊഴുകിയ കണ്ണുനീരും അടയാളമായി ഉണ്ട് എന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോ പറയാ, യാ ലായിമി, എന്നെ ആക്ഷേപിക്കുന്ന സുഹൃത്തെ, ഫിൽ ഹവൽ ഉദ്രി, ഉദറത്ത് ഗോത്രക്കാര് അവരൊരാളങ്ങ് സ്നേഹിച്ചാ വല്ലാത്ത സ്നേഹ. അങ്ങനെയാ നാട്ടുകാർ, അങ്ങനെ എല്ലാവരും ഒരുപോലെയല്ല.